ഉപയോഗിച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരി ബാഗ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അതിനായിട്ട് ആദ്യം തന്നെ നല്ല കട്ടിയുള്ള കോട്ടൻ്റെ തുണിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൻ്റെ നീളം 19 ഇഞ്ചും ഇതിൻ്റെ വീതി 17 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റിലുള്ള 2 തുണി നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോണ കവറിൻ്റെ 2 സൈഡുകൾ 19 ഇഞ്ചസും അതുപോലെ താഴ്ഭാഗവും മേൽഭാഗവും 17 ഇഞ്ചസും ആണ്. ആദ്യം തന്നെ നമ്മൾ ഈ കവറിൻ്റെ താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ തുണിയുടെ 17 ഇഞ്ച് വരുന്ന 2 ഭാഗങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 തുണിയും കൂടി ചേർത്ത് വെച്ച് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് തുണിയുടെ നല്ല സൈഡുകൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് തുണിയുടെ ഉള്ളിലത്തെ വശമാണ് ഇപ്പോൾ പുറത്ത് നമ്മൾ കാണുന്നത്. ഈ രീതിയിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോണ കവറിൻ്റെ താഴ്ഭാഗം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗം മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് 1 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കുക. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് 1 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കവറിൻ്റെ മേൽഭാഗത്തുള്ള 2 തുണിയും ഞാൻ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പിടിക്കാനുള്ള വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 16 ഇഞ്ച് നീളം അതുപോലെ 3 ഇഞ്ച് വീതിയുള്ള 2 തുണികൾ നമ്മൾ എടുക്കണം. ഇതിനി നടുക്കിലേക്കൊന്ന് മടക്കുക. ഒരു സൈഡിൽ നിന്ന് നടുക്കിലേക്ക് മടക്കുക, മറ്റേ സൈഡിൽ നിന്ന് ആദ്യം തന്നെ 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കുക. അതിനുശേഷം ഒന്നും കൂടി മടക്കി നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യണത്. ഇതുപോലെ ഞാനിവിടെ 2 വള്ളികളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ മേൽഭാഗത്ത് ഈ വള്ളികൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു സൈഡിൽ നിന്ന് 5.5 ഇഞ്ച് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. ആ 5.5 ഇഞ്ച് വരുന്ന ആ ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ വെച്ച് താഴ്ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ടതായതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ ഒരു വള്ളിയുടെ മറ്റേ അറ്റം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ബാഗിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ പോലെ തന്നെ 5.5 ഇഞ്ച് മെഷർ ചെയ്തെടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു സ്ഥാനത്ത് വെച്ച് താഴ്ഭാഗം ഉള്ളിലേക്ക് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ ഇതാ ഈ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. അതിനുശേഷം ഫൂട്ടർ ഒന്ന് ഉയർത്തി നമ്മളിത് തിരിച്ച് വെച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഫൂട്ടർ ഉയർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 4 കോർണറിൽ നിന്നും കോർണർ ടു കോർണർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഇൻറ്റു വരുന്ന പോലെ ആ ഒരു ഷേപ്പിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഈ രീതിയിൽ നമ്മൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന കോട്ടൺ തുണിയുടെ മാച്ചിനുള്ള സാറ്റിൻ റിബൺ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. മാച്ചായിട്ട് വരുന്ന സാറ്റിൻ റിബൺ എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ലേഡീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഞാൻ ഇതുപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാഗ് മറച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡുകൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി ഈ 2 സൈഡുകളാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ളത്. ഇത് മേലെ നിന്ന് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ താഴ്ഭാഗത്തെ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ 2 സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന രീതിയിൽ 2 സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കോർണറിലാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ, താഴ്ഭാഗത്തുള്ള കോർണറിൽ. എന്നിട്ട് മേലേന്ന് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. അതുപോലെ മറ്റേ സൈഡിലേക്ക് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ 2
മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ നിന്നും നമ്മൾ താഴെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 കോർണറിലും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ബാഗിന് നല്ലൊരു ഷേപ്പ് ഉണ്ടാവാനും അതുപോലെ താഴ്ഭാഗത്ത് ഇങ്ങനൊരു സ്പേസും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡും ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുക. ലാസ്റ്റായിട്ട് ഞാൻ ഇതിന് സാറ്റിൻ റിബൺ വെച്ചിട്ടൊരു ബോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തുണി സഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. താങ്ക്